ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഈ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ ദിവസമായി എഡിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കണം. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ജുനു വന്നതിന് ശേഷം പിറ്റേ ദിവസം ഞങ്ങൾ വെറുതെ രാത്രി ഫുഡ് കഴിക്കാൻ പോയതാട്ടോ. ഞങ്ങൾ അടുത്തുള്ള കട തന്നെയാണ്. പക്ഷേ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെന്ന സമയത്ത് കഴിയാറായിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പം ഗ്യാസും കാര്യങ്ങളൊന്നും കിട്ടാൻ വയ്യില്ല പറഞ്ഞിട്ട്. പക്ഷെ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഫുഡ് കിട്ടി. പിന്നെ ഈ ഒരു വീഡിയോ ഇസ് മദ്രസ് പോവാട്ടോ. ഞാൻ അവനെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് റോഡ് തെറ്റുമ്പോൾ നിൽക്കണേ. കുട്ടികളൊന്നുമില്ല ഈ ഒരു സമയത്ത്. 2 ഷിഫ്റ്റായിട്ടാണ് മദ്രസ്. രാവിലെ 6 മണിക്കും പിന്നെ 7:45. അപ്പോൾ എനിക്ക് 7:45 അപ്പോൾ കുട്ടികളൊന്നുമില്ല. പോണത് കുറച്ച് നേരമൊക്കെ നോക്കി നിന്ന് ഞാൻ പിന്നെയും വീട്ടിൽ പോവാട്ടോ. ജോലികളൊക്കെ ബാക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് പോയിട്ട് ഓരോ ജോലികളും ചെയ്യാണ്ടിനി. ചിക്കന് ഉണ്ട്, ഇന്നലെ കൊടുന്ന ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഉച്ചക്ക് കറി ഉണ്ടാക്കാൻ വിചാരിക്കട്ടോ. കറി എന്നല്ല, പൊരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇടിയും ഒക്കെ ഉണ്ട്. കുറേ മാസത്തിന് ശേഷം ഇപ്പോഴാട്ടോ ഒന്ന് മഴ പെയ്യണത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൗണ്ട് കേൾക്കാൻ സാധ്യത ഉണ്ട്. ജോലി ചെയ്യണ സമയത്ത് അങ്ങനെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എഡിറ്റ് ചെയ്യണ സമയത്ത് ആക്കാരം ദിവസം തന്നെയല്ലേ, പിന്നെ ഒരു മാറ്റവും കാര്യങ്ങളും ഇല്ല. എനിക്ക് തന്നെ സത്യത്തിൽ ഒരു ചടപ്പും കാര്യങ്ങളും വന്നിക്കണം കേട്ടോ. വീഡിയോ എടുക്കാനാണെങ്കിലും വോയിസ് ഓവർ കൊടുക്കാനാണെന്നുണ്ടെങ്കിലും. പക്ഷേ എടുക്കല്ലാതെ നിവർത്തിയില്ല. ദിവസം തന്നെയല്ലേ വീട്ടിലുള്ള ജോലി കാര്യങ്ങൾ. പിന്നെ ഇടയ്ക്കെപ്പോഴെങ്കിലും പുറത്ത് പോവാന്ന് പറഞ്ഞാലും അതൊക്കെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ജീവിതത്തിനോട് തന്നെ സത്യത്തിലൊരു മടുപ്പുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോകണമെന്ന് മാത്രം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും, എൻ്റെ കാര്യം തന്നെ പറയാം, ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല ശരിക്കും. ഇപ്പോൾ ആരോടും കൂടുതൽ സംസാരിച്ചില്ല. അത് വേറെ തന്നെയാണ്. എനിക്കതിനോട് താല്പര്യമില്ല. പിന്നെ ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് വേറൊരാളോട് പറഞ്ഞ് അത് അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് കൂടുതൽ ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ പൊതുവേ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നല്ല റിസ്ക്കാണ് എഡിറ്റ് ചെയ്യൽ. പിന്നെ ഇപ്പോൾ നമുക്ക് ഈ ഫുഡ് ഉണ്ടാക്കുക, കുട്ടികളെ നോക്കുക, ഈ ഒരു തന്നെ രാവിലെ ആകുക വൈകുന്നേരം ആവുക. അതിൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ ജോലി കാര്യങ്ങൾക്കൊക്കെ എനിക്ക് നല്ല താല്പര്യമുണ്ട്, എന്തിനെല്ലാം പോകണം എന്നൊക്കെ. പക്ഷെ എനിക്കിപ്പോൾ അതിന് പറ്റിയ സാഹചര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ചുറ്റുപാടിൽ നിന്നിട്ട് തന്നെ ജീവിക്കും വേണം. പ്രത്യേകിച്ച് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് നല്ല റിസ്ക് ആട്ടോ. നമുക്കിഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാമെന്നുള്ളൂ, പക്ഷേ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം അത്ര ഓക്കെ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ജോലി ഉണ്ടാക്കാല്ലാതെ നിവർത്തിയില്ലേനും. പക്ഷേ നല്ല റിസ്ക് പിടിച്ചൊരു ജോലിയാണ് എന്നെ സംബന്ധിച്ച്. കാണുന്ന ആൾക്കാർക്ക് അധികം തോന്നും നമുക്ക് നല്ല സുഖമാണ്, അഥവാ പിന്നെ ഇഷ്ടപ്പെട്ട ഫുഡ്, അതേപോലെ എല്ലാറ്റിനും സപ്പോർട്ടായിട്ടുള്ള ഒരു ആൾക്കാർ അങ്ങനെ തോന്നും. അത് സ്വാഭാവികമായിട്ടൊരു വീഡിയോ കണ്ടതിന് എനിക്കാണെങ്കിലും തോന്നലുണ്ട് കേട്ടോ. പക്ഷേ ഒരിക്കലും ശരിയല്ല. ഓരോരുത്തർക്കും പിന്നെ നമ്മളൊരിക്കലും കാണുന്ന പോലെ അല്ല എന്നുള്ളത് എനിക്കെൻ്റെ ജീവിതം കൊണ്ട് തന്നെ മനസ്സിലാവും. ഞാനിപ്പോൾ എൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ എന്താണ്, അല്ലെങ്കിൽ ഞാൻ എന്താണെന്നുള്ളത് എനിക്കെല്ലാം ഉള്ള അറിയാം. അതും എന്നെ അത്രയും ഇഷ്ടപ്പെടുന്ന, അഥവാ നമ്മളത്രയും വേണ്ടപ്പെട്ട ആൾക്കാർക്ക് മാത്രമുള്ള അറിയാം. അല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഓൾക്ക് നല്ലതായിട്ട് തോന്നും. യൂട്യൂബിൽ വീഡിയോസ് ഇടാനയക്കും, അതേപോലെ ഇഷ്ടപ്പെട്ടവൾക്ക് ഫുഡ് കിട്ടുന്നുണ്ട്, അതേപോലെ പുറത്ത് പോകണം എന്ന് പറഞ്ഞാൽ പുറത്ത് പോകണം, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ അതൊന്നും ഉണ്ടായിട്ട് കാര്യമല്ല സത്യം പറഞ്ഞാൽ. അത് പോട്ടെ, എന്തായാലും നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ. ഉള്ളതുപോലെ അങ്ങനെ ജീവിച്ച് പോകണം. സാഹചര്യത്തിനനുസരിച്ച് ഏത് സാഹചര്യമാണോ മുന്നിൽ വരുന്നത് അത് പറ്റണ പോലെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ കേട്ടോ. ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും പ്രതികരിച്ച് നിൽക്കാൻ പറ്റും. ആരോഗ്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക്
പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനെന്താ ഇങ്ങനെയൊക്കെ പറയണം, അവിടെ ഇവിടെയും തൊടാത്ത വർത്താനം പറയണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. ഇന്നലെ അത്യാവശ്യം നല്ലോണം എനിക്ക് തിരുമ്പുള്ളതുകൊണ്ട് തന്നെ ഇന്ന് അധികമില്ല. പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ ഇനി നാളേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതലാവും. അപ്പോൾ അതുകൊണ്ട് ഇനി ഉള്ള തുണികൾ ജോലി കാര്യങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് കുളിച്ചാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഞാൻ അതും കൂടി തിരുമ്പിടാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ അതുമല്ല ഇന്നലെ വൈകുന്നേരം കുട്ടികളെ കുളി കഴിഞ്ഞിട്ട് ഒല്ല ചളിയും കാര്യങ്ങളൊക്കെ ആയ ഡ്രസ്സ് അവിടെ പിന്നെ ബക്കറ്റിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനി നാളേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരുമാതിരി സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് തിരുമ്പാൻ വേണ്ടി നിൽക്കുന്നതിന് പിന്നെ ഒന്നും നോക്കിയില്ല. ഇന്നത്തെ ഡ്രസ്സും പാടെ എടുത്ത് കൊടുത്തു. അധികമൊന്നുമില്ല, പെട്ടെന്ന് തിരുമ്പൽ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ. പിന്നെ മാത്രമല്ല ജുനുവിൻ്റെ ഡ്രസ്സും ഉണ്ടായിരുന്നു തിരുമ്പാൻ, തുണിയും ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും തിരുമ്പി റെഡിയാക്കി വെക്കാൻ പറയുന്നു എന്നോട്. അതാണ് മെയിനായിട്ട്. ഇന്നാണെങ്കിൽ ഹെസമോൾക്ക് പിന്നെ ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വീണ്ടും. പിന്നെ ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നു പനിയും കാര്യങ്ങളൊക്കെ, അതൊക്കെ കുറവായി. വീണ്ടും ജലദോഷം കാര്യങ്ങൾ വന്നിക്കണം. അപ്പോൾ അതേപോലെ ചുമക്കുമ്പോൾ കഫത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവൾക്കുണ്ട്. അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു എന്തെങ്കിലും കുറവില്ലെങ്കിൽ എക്സ്റേ എടുത്ത് കാണിക്കൊണ്ടുവന്ന്. അപ്പോൾ ഇന്നുള്ള ഡോക്ടറെ കാണിച്ചാലും പോകണം. ഞങ്ങളവിടെ അടുത്ത് തന്നെ ഒരു കുട്ടികളുടെ ഡോക്ടറുണ്ട് 4 മണിക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഇനി ഡോക്ടറെ അടുത്ത് പോകണം. എൻ്റെ കുളി കഴിയാൻ വേണ്ടി കാത്തിക്കട്ടോ, ഓലൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ തിരുമ്പലിന് ഞാൻ കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. ഇനി കുളിച്ചാതെ ഫുഡ് കൊടുക്കാൻ ഞാൻ ആകെ നനയും ഒക്കെ ചെയ്തിരിക്കണം. അപ്പോൾ അതിന് വേഗം കുളിച്ചിട്ട് പറഞ്ഞിട്ട് പറഞ്ഞേക്കാണ്. ഓലെ എല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തിരുമ്പൽ കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല കാരണം നല്ല തിരുമ്പണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ പിന്നെ ഞാൻ പോയിട്ട് കുളിച്ചു. കുളി കഴിയാൻ വേണ്ടി കാത്തിക്കുന്നു കേട്ടോ, ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടാളും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. പിന്നെ ഹെസമോൾക്ക് ഇവരത് കഴിഞ്ഞിട്ടാണ് കൊടുത്തത്. കാരണം അവൾ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. അവൾക്കും വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഇവർക്കാണ് അർജൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഉണ്ടാക്കും വേഗം കൊടുക്കട്ടോ. പിന്നെ ഹെസമോൾക്ക് ഞാൻ കൊടുത്ത് അവൾ ഉറക്കി. അവൾക്ക് കഞ്ഞിയാണ് ഞാൻ കൊടുത്തത്. കാരണം അവൾക്ക് പനി കാര്യങ്ങളും വന്ന് ആ ഒരു സമയത്ത്. പിന്നെ 4 മണിയായ സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകും കേട്ടോ, ഹെസമോളെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഫാൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് നേരാക്കാൻ കൊടുക്കും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. അപ്പോഴത്തെ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ, കൂടുതൽ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ലൈക്ക് ചെയ്യുന്നുണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ, കമൻറ്റ് ചെയ്യുന്നുണ്ടോ. ഓക്കെ ബൈ.